DS ഇറ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് തൊട്ട് തോന്നിയ നമുക്കൊരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ആൻസൈറ്റി ഉണ്ട്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗംഭീര ടോപ്പ് നോച്ച് മൂവിയാണ് DS ഇറ എന്ന് പറയുന്ന ഈ ഹൊറർ മൂവി. നമ്മുടെ രാഹുൽ സദാശിവനെ അറിയാം, ബ്രഹ്മയുഗത്തിന് ശേഷം എടുക്കുന്ന പടം. നമ്മുടെ പ്രണവ് മോഹൻലാലാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. സിനിമയെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ നല്ലൊരു കിട്ടിലിയൻ ഹൊറർ സിനിമയാണ്. ഞാൻ അടുത്തിടെ കണ്ട, അല്ലെങ്കിൽ അടുത്തിടെ എന്നല്ല, ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ബെസ്റ്റ് ഹൊറർ മൂവി ആയിരിക്കും നമ്മുടെ DS ഇറ എന്ന് പറയുന്ന സിനിമ. അത്രയ്ക്കും ടോപ്പ് നോച്ച് ക്വാളിറ്റി, കിട്ടിലൻ പെർഫോമൻസ്, കിട്ടിലൻ മേക്കിംഗ്, ഒന്നും പറയാനില്ല. നമ്മൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ആക്ച്വലി ഇതൊരു പ്രിവ്യൂ ഷോ ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് വരികയാണ്. തലേദിവസം രായിട്ട് അതിനെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഫ്രണ്ട്സിന്റെ തിരക്കുകൾ കാരണം വിട്ടുപോയതാണ്. മാത്രമല്ല, സാധാരണ അങ്ങനെയൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാറ പതിവ്. ശരിക്കും പേടിച്ചിട്ട് തന്നെയാണ് പോകാത്തത്. അത് നന്നായി എനിക്ക് തോന്നുന്നു. നന്നായി പേടിപ്പിച്ചു വിട്ടിരുന്ന രാഹുൽ സദാശിവൻ. പുള്ളിയുടെ ഓരോ ഷോട്ടുകൾ പുള്ളി കൺവേ ചെയ്തിരിക്കുന്ന ഒരു ഹൊറർ മൂവിക്ക് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ ഇന്നിപ്പോ കുറെ സിനിമകൾ ഹൊറർ വരുന്നുണ്ട്. അതിലെല്ലാത്തിനെയും ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഗോസ്റ്റ് ഇപ്പൊ വരും, അല്ലെങ്കിൽ ഇതൊക്കെ പേടിപ്പെടുത്താൻ പോവുകയാണെന്നുള്ള ഒരു സീക്വൻസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കാരണം നമുക്ക് അത്രയ്ക്ക് ഒരു ഇതുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ബൈ സൗണ്ട് ആയാലും സം ഷോർട്സ് ആയാലും ആളുകളുടെ എക്സ്പ്രഷൻസ് മൂലമായാലും നമ്മളെ നന്നായി പേടിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് DS ഇറ, എസ്പെഷ്യലി ഇൻ ഫസ്റ്റ്. അപ്പൊ സിനിമയുടെ കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. നമ്മുടെ റോഹൻ എന്നുള്ള നായകൻ ആർക്കിടെക്ട് ആണ്. പുള്ളിയുടെ ഒരു ക്ലാസ്മേറ്റ് സൂസൈഡ് ചെയ്ത് അറിഞ്ഞിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് കാണുന്നു. പിന്നീട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പുള്ളിക്ക് നേരിടേണ്ടി വരുന്ന അസ്വാഭാവികമായ കുറച്ച് കാര്യങ്ങളാണ് അതിന്റെ പിന്നിലുള്ള കഥയും ഒക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. 2 മണിക്കൂർ താഴെ മാത്രമേ ദൈർഘ്യമുള്ളൂ. എന്റെ ഫ്രണ്ട് സൂചിപ്പിച്ച പോലെ കുറച്ചുകൂടെ പേടിപ്പെടുത്താമായിരുന്നു. ശരിക്കും നല്ല എൻഗേജിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 മണിക്കൂർ പോരാത്ത പോലെ തോന്നി. അത്രയും കിടിലനായിട്ടുള്ള മേക്കിംഗ് ആയിരുന്നു. ഭയങ്കര ടോപ്പ് നോച്ച് ക്വാളിറ്റി ആയിരുന്നു മേക്കിങ്ങിൽ. ക്രിസ്റ്റോ സേവിയർ എടുത്തു പറയേണ്ട ഒരു പേരാണ്. ഈ സിനിമയുടെ നിർണായക പങ്ക്. പുള്ളി പേടിപ്പിച്ചതിന് കണക്കൊന്നുമില്ല. ബിക്കോസ് ഒരു മ്യൂസിക് വെച്ചിട്ട് ഇങ്ങനെ പേടിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഇന്റർവെൽ ബ്ലോക്കൊക്കെ പേടിച്ചൊരു വഴിയായി. പീക്ക് ഇന്റർവെൽ ബ്ലോക്കായിരുന്നു. പിന്നെ നമ്മുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രണവ് മോഹൻലാൽസ് ബെസ്റ്റ്. ഇതാണ് പ്രണവ് മോഹൻലാൽ. ഈ പുള്ളിയുടെ ഒരു കാലിബർ അല്ലെങ്കിൽ പുള്ളിയുടെ കപ്പാസിറ്റി എന്താണെന്ന് അറിഞ്ഞ് പുള്ളിനെ നന്നായി പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഡയറക്ടർ എന്തായാലും. ഒപ്പം എടുത്തു വരേണ്ടത് ജിബിനാണ്. ജിബിന്റെ നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കുറച്ചൊരു സസ്പെൻസ് എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അത് പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല എന്തായാലും. അപ്പൊ ഫസ്റ്റ് ഹാഫ് ഒരു പീക്കിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്തായാലും. അത്രയും കിട്ടിലൻ മേക്കിംഗ് തുടക്കം തൊട്ട് നമ്മളെ അങ്ങനെ പേടിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പീക്കിൽ കൊണ്ട് ഫസ്റ്റ് ഹാഫ് നിർത്തുന്നു. സെക്കൻഡ് ഹാഫ് ഫുൾ ബാക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അങ്ങനെ അത്യാവശ്യം നല്ലൊരു തൃപ്തി തരുന്ന ഒരു ക്ലൈമാക്സും കൂടെ ആയി. ഈ സിനിമ ടോട്ടലി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എനിക്ക് കുറച്ചുകൂടെ ക്ലൈമാക്സ് കുറച്ചുകൂടെ ഒന്ന് ഹൊറർ ആക്കാമായിരുന്നു എന്ന് തോന്നി. കുറച്ചുകൂടെ പേടിപ്പെടുത്തായിരുന്നു തോന്നി. ഒരു രസമല്ലേ. ബട്ട് എനിക്ക് തോന്നുന്നു കൂടുതലൊന്നും ഓവർ ആക്കണ്ട, മതി, ദാറ്റ്സ് ഇനഫ്, ഒരു ആ കട്ട് മതി എന്ന് തോന്നി ഡയറക്റ്റ് ചെയ്തായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ പുള്ളിന്റെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ എന്ന് പറയുന്നത് ഒരു ഹൊറർ പടം എടുക്കുമ്പോൾ അത്യാവശ്യം നമുക്കറിയാം. ഭൂതകാലം തൊട്ട് നമുക്കറിയാം. ഭൂതകാലത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ലാസ്റ്റ് കുറെ ഭയങ്കരമായിട്ട് നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്ന സാധനമുണ്ട്. ഇത് ഫസ്റ്റ് തൊട്ടേ എങ്ങനെയാണ്, ഇതിന്റെ പേര് തന്നെ നമുക്ക് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും ത്രൂഔട്ട് ഈ പടത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ഹാറ്റ്സ് ഓഫ്. രാഹുൽ സദാശിവൻ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ഒരു ഹൊറർ പടത്തിൽ. എനിക്ക് അങ്ങനെ ഒരാൾ വേണം. കാരണം മലയാളത്തിൽ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങുന്ന കുറച്ച് നല്ല ഹൊറർ പടങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. മറ്റു ഭാഷകളെ പോലെയല്ല. അവിടെ അങ്ങനെ ആരും ട്രൈ ചെയ്യാറില്ല. കാരണം ഇങ്ങനെ ട്രൈ ചെയ്താൽ ഒരു ടിപ്പിക്കൽ സ്റ്റോറി ലൈനായി മാറും. ഒരു നോർമൽ സീക്വൻസ് ഒക്കെ നമ്മളെ പ്രെഡിക്റ്റ് ചെയ്യിക്കുന്ന കുറെ സാധനമായിരിക്കും. അവിടെ നിന്നും മേക്കിംഗ് ക്വാളിറ്റിയിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനത്തിലും കൊണ്ടുള്ള വ്യത്യാസമാണ്. പിന്നെ പറയാനുള്ളത്, പലരും പറയുന്ന ഒരു കാര്യം, തിയേറ്ററിൽ ഉണ്ടാകുന്ന ഈ ഹൊറർ പടത്തിന്റെ, കാരണം ഒരു ഡീപ്പ് സൈലന്റിൽ ഒരു സീൻ എടുക്കുകയാണ്. അതിന്റെ അടുത്ത സീൻ നമ്മളെ പേടിപ്പെടുത്തുന്നതായിരിക്കാം. ആ സീന് പൂർണ്ണമായും എൻജോയ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ സൈലൻസ് എന്തായാലും വേണം. തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഒറ്റയ്ക്കല്ല കാണുന്ന അറിയാം. ബട്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വരുമ്പോൾ മറ്റുള്ളവരിനെ കൂടെ പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പിള്ളേർ വൻ അലമ്പായിരുന്നു തുടക്കത്തിൽ. ചില സൈലൻസ് സീനിലൊക്കെ കൂവി നിലവിളിച്ച് ആ സീനിന്റെ ഇമ്പാക്ട് തന്നെ ഇല്ലാണ്ടാക്കുകയാണ്. കാരണം ആ സൈലൻസിന് ശേഷമുള്ള സീനായിരിക്കും നമ്മളെ ടെറിഫിക് ആക്കാൻ പോകുന്നത്. സോ അതിനു മുമ്പ് തന്നെ ഇവര് കത്തി നിലവിളി കൂട്ടി എന്തെങ്കിലും കമന്റ് അടിച്ച്
ആ ഫ്ലോ നഷ്ടപ്പെടുത്തുന്നുണ്ട്. സോ അത് മാത്രം ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ തിയേറ്ററിൽ. പക്ഷെ ഏത് തിയേറ്ററിൽ പോയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെ കുറെ പിള്ളേരുണ്ട്. ഇവര് ചാടിക്കേറി ഫസ്റ്റ് ഷോയ്ക്കും പടത്തിന് കയറുന്നത് എന്തിനാന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. സോ അപ്പൊ അത്രയേ ഉള്ളൂ. പ്രണവ് മോഹൻലാലിന്റെ കിട്ടിലും പെർഫോമൻസ്, ക്രിസ്റ്റോഫ് സേവിയറിന്റെ കിട്ടിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ, രാഹുൽ സദാശിവന്റെ ബ്രില്യന്റ് മേക്കിംഗ്, ജിബിന്റെ ഒരു കിട്ടിലും പെർഫോമൻസ് കാണാം. അങ്ങനെ ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ട് നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗംഭീര ഹൊറർ മൂവിയാണ് DSCയുടെ. പിന്നെ കുട്ടികളെ കൊണ്ട് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതിന് അവർ നന്നായി പേടിക്കും, നമ്മൾ തന്നെ നന്നായി പേടിച്ചിട്ടുണ്ട്. പിന്നെ ഹാർട്ട് പേഷ്യൻസ് ആയാലും പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സോ നിങ്ങൾ തീർച്ചയായും കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.